കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം ശക്തമാക്കി പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA. താൻ വിജയിച്ചാൽ 10,000 വനിതകൾക്ക് ജോലി നൽകുമെന്ന് UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം വാഗ്ദാനം ചെയ്തു. ഈ തീരുമാനത്തെ വനിതാ പ്രവർത്തകർ സ്വാഗതം ചെയ്തു. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 10,000 വനിതകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത ആഗ്രഹം. നിങ്ങളൊക്കെ കയ്യിലേക്ക് പൈസ വരണം. വേണ്ടേ? 5 കൊല്ലത്തിനുള്ളിൽ 10,000 പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുടുംബങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. ഇപ്പൊ തന്നെ ഈ 5 കൊല്ലം കൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെട്ടത് കാരണം ഒരുപാട് കുടുംബങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് MLA ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് പോണത്. അതിൽ എനിക്ക് നല്ലൊരു പറയാനും പറ്റും. എന്താ വെച്ചാൽ ഞാൻ അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്ക് അത് ഇനിയും വന്നാൽ അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കുടുംബയോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA ഇപ്പോൾ നടത്തുന്നത്. ചൊവ്വാഴ്ച 25ഓളം കുടുംബയോഗങ്ങളിൽ സ്ഥാനാർത്ഥി പ്രചരണം നടത്തി. രാവിലെ സദ്ഗ്രാമത്തിൽ നിന്നാണ് ഏലംകുളം പഞ്ചായത്തിലെ കുടുംബയോഗങ്ങൾ ആരംഭിച്ചത്. തെക്കുംപുറത്തായിരുന്നു അവസാന കുടുംബയോഗം. വനിതാ പ്രവർത്തകർ കുടുംബയോഗ കേന്ദ്രങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. കുടുംബസംഗമങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് 10,000 വനിതകൾക്ക് ജോലി നൽകൽ തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. 5 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയുടെ സംസ്കാരം മാറ്റാൻ നമുക്ക് ഒരുമിച്ച് സാധിച്ചിട്ടുണ്ട്. ഈ പെരിന്തൽമണ്ണ ഇന്നൊരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ഏറ്റവും ഉയർന്ന പഠനത്തിന് വരുന്ന സ്ഥലമായി പെരിന്തൽമണ്ണയെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 5 വർഷം ജോലി ചെയ്തത് ഇവർക്ക് വേണ്ടിയാണ്, നിങ്ങളെ മക്കൾക്ക് വേണ്ടി. ഞാൻ എൻ്റെ മക്കളെ പോലെ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ഞാൻ പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവർ വീണു പോകാതിരിക്കാനുള്ള താങ്ങായി നിലകൊണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത 5 കൊല്ലം എന്താണ് വരാൻ പോകുന്ന സർപ്രൈസ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, 10,000 വനിതകൾക്ക് ജോലി കൊടുക്കുന്ന സംരംഭം നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. 10,000 വനിതകൾ. MLAയുടെ വാഗ്ദാനം വനിതകൾ സ്വാഗതം ചെയ്തു. അടുത്ത പ്രാവശ്യം ഇവിടെ 38 വോട്ട് എന്നുള്ളത് തകർത്തുകൊണ്ട് 36,000 വോട്ട് ലീഡിൽ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. ആ ഉറപ്പാണ് ഞങ്ങളുടേത്. എന്താ വെച്ചാൽ വനിതകൾക്ക് വേണ്ടിയിട്ട് ഈ 5 കൊല്ലം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വനിതനെയും MLAയുടെ ഓഫീസിലേക്ക് ഒരു കാര്യത്തിന് കൊണ്ടുപോയാൽ പറ്റില്ല എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ 2-3 പേര് പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പെരിന്തൽമണ്ണയിലുള്ള വനിതകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. ഏലംകുളം പഞ്ചായത്ത് UDF ചെയർമാൻ PK കേശവൻ, കൺവീനർ ഷൈഷാദ് തെക്കേതിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം C സുകുമാരൻ, നാലകത്ത് ഷൗക്കത്ത്, ഷാജി കട്ടുപ്പാറ, ഇബ്രാഹിം മാണിക്കൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീന മോൾ, വൈസ് പ്രസിഡന്റ് K ഭാരതി, അഡ്വക്കേറ്റ് ജലീൽ, KT ബക്കർ, വനിതാ ലീഗ് ഭാരവാഹികളായ ബദറുന്നിസ, ഹസീന, മുഹസീന ബാനു തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.